Hello everyone, welcome to the classes of Free Path IAS presented by Shadow Broadcasting. നമ്മൾ സിലബസ് ഡിസ്കഷന് ശേഷം നോക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 2024 പ്രിലിംസിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. സിവിൽ സർവീസ് പ്രിലിംസ് 2024 കൺസിഡർ ദ ഫോളോയിങ് ടേബിൾ. ഓക്കെ, ഈ ടേബിൾ നോക്കാം. കൺട്രി ആൻഡ് റീസൺ ഫോർ ബീയിങ് ഇൻ ദ ന്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ന്യൂസ് പേപ്പർ ഡിസ്കഷൻ അല്ലെങ്കിൽ ന്യൂസ് വായിക്കുക എന്നുള്ളത് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ന്യൂസിൽ നിന്നായിരിക്കും നമുക്ക് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസും പ്രിലിംസ് എക്സാംസിലൊക്കെ ചോദിക്കും. റീസൺ ഫോർ ബീയിങ് ഇൻ ദ ന്യൂസ് കൺട്രി. ഓക്കെ, അർജൻറ്റീന വേഴ്സ്റ്റ് എക്കണോമിക് ക്രൈസിസ്. സെക്കൻഡ്, സുഡാൻ വാർ ബിറ്റ്വീൻ ദ കൺട്രീസ് റെഗുലർ ആർമി ആൻഡ് പാരാമിലിറ്ററി ഫോഴ്സസ്. തേർഡ്, Turkey re-signed its membership from NATO. This is a question. Okay. How many of the pairs given below are correctly matched? ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ ഏതൊക്കെ പെയേഴ്സ് ആണ് കറക്റ്റ് ആയിട്ട് ഇവിടെ മാച്ച് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, the options are the only one pair, only two pair, all three pairs, none of the above pairs. Okay. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ആദ്യം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ നന്നായി ന്യൂസ് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവുന്ന കാര്യം സുഡാൻ. ഓക്കെ, സുഡാനിൽ 2023 അവസാനത്തോടു കൂടിയൊക്കെ വാർ ബിറ്റ്വീൻ ദ കൺട്രീസ് റെഗുലർ ആർമി ആൻഡ് പാരാമിലിറ്ററി ഫോഴ്സസ്, അവിടെയുള്ള റെഗുലർ ആയിട്ടുള്ള ആർമിയും ഒപ്പം തന്നെ പാരാമിലിറ്ററി ആയിട്ടുള്ള രണ്ട് ഫോഴ്സസും തമ്മിലുള്ള വലിയൊരു യുദ്ധം സുഡാൻ എന്ന രാജ്യത്തിൽ, ആഫ്രിക്കൻ കൺട്രിയിൽ നടന്നിരുന്നു. ഓക്കെ, ന്യൂസസിലൊക്കെ ഒരുപാട് അധികം പറഞ്ഞിരുന്ന ഒരു ടോപ്പിക്കാണ്. ഒരുപാട് ന്യൂസ് പേപ്പർ ഡിസ്കഷൻസ്, ഒരുപാട് സംഭവങ്ങളൊക്കെ ഈ സുഡാനിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഷുവറായ ഒരു കാര്യമാണ് ഈ രണ്ട് പെയേഴ്സ് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് അർജൻറ്റീനയുടെ കേസാണ്. ഓക്കെ, അർജൻറ്റീനയായിട്ട് മാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് വേഴ്സ്റ്റ് ഇക്കണോമിക് ക്രൈസിസ് എന്നുള്ള റീസൺ ആണ്. ഓക്കെ, അർജൻറ്റീന 2024 ഫസ്റ്റോട് കൂടിയിട്ടൊക്കെ അർജൻറ്റീനയിൽ ഒരുപാട് എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് എന്നും ന്യൂസിലൊക്കെ ഡിസ്കഷൻസ് ഒരുപാട് വന്നിരുന്നു. അതിന് വേറെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട് അങ്ങനെ ഒരു എക്കണോമിക് ക്രൈസിസ് അവിടെ വരുന്നതിന്. അതൊക്കെ നമുക്ക് പിന്നീട് ഉള്ള ഇതിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് അർജൻറ്റീന, സുഡാൻ ഈ രണ്ട് പെയേഴ്സ് ഓൾറെഡി കറക്റ്റ് ആണ് എന്നുള്ളത്. ഇനി നമുക്ക് അറിയേണ്ടത് തുർക്കി re-signed its membership of NATO. Turkey re-signed its membership of NATO. Okay, this is the third thing. Okay, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നാറ്റോ എന്ന പ്രസ്ഥാനത്തിൽ നിന്ന്, നാറ്റോ എന്നൊരു ഗ്രൂപ്പിങ്ങിൽ നിന്ന് ടർക്കി റീസൈൻഡ് ചെയ്തോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങിയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ട കാര്യം. ഓക്കെ, അപ്പം നമുക്കത് അറിയാനായിട്ട് എന്താണ് നാറ്റോ എന്ന് ആദ്യം നോക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് വരാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് നാറ്റോ? ദ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നാറ്റോൻ്റെ ഫുൾ ഫോം ആണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഈസ് എ മിലിറ്ററി അലയൻസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ April 4, 1949. അപ്പം നാറ്റോ എന്ന് പറയുന്നത് എന്താണ്? ഒരു മിലിറ്ററി ഓർഗനൈസേഷനാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ആണ് April 4, 1949. ഓക്കെ, ഈ പീരീഡ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് പ്രൈമറി പർപ്പസ് ഈസ് ടു എൻഷുർ മ്യൂച്വൽ ഡിഫെൻസ് ആൻഡ് സെക്യൂരിറ്റി എമംഗ് ദ മെമ്പർ കൺട്രീസ് എഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ ത്രെറ്റ്സ്. ഓക്കെ, ഈ നാറ്റോൻ്റെ പ്രൈമറി ആയിട്ടുള്ള അവരുടെ എയിം എന്ന് പറയുന്നത് എൻഷുർ മ്യൂച്വൽ ഡിഫെൻസ് ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, നാറ്റോയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ മ്യൂച്വലി അവരുടെ ഡിഫെൻസും ആ കൺട്രീസിൻ്റെ സെക്യൂരിറ്റീസും ഓക്കെ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ത്രെറ്റ്സിൽ നിന്ന് ആ കൺട്രീസിനെ സെക്യൂർ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ള ഒരു എയിമിൽ പ്രവർത്തിച്ചു വന്ന ഒരു ഓർഗനൈസേഷനാണ് നാറ്റോ. ഓക്കെ, നാറ്റോയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നാറ്റോയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ആ മെമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും രാജ്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ത്രെറ്റ്സ് ഉണ്ടെങ്കിൽ ഇവർ ഹെൽപ്പ് ചെയ്യും. ഈ നാറ്റോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ അണ്ടറിലുള്ള എല്ലാ കൺട്രീസും ആ കൺട്രിയെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ എയിം എന്ന് പറയുന്നത്. The founding members signed the North Atlantic Treaty
also known as Washington Treaty establishing the organization's basis. Okay, അപ്പം നമ്മുടെ ഈ നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ വേറൊരു പേരാണ് വാഷിങ്ടൺ ട്രീറ്റി എന്നുള്ളത്. മനസ്സിലായല്ലോ? ഇനി 1949 ആ ഇയർ നാറ്റോ വാസ് ഫൗണ്ടഡ് വിത്ത് ഇറ്റ്സ് 12 ഒറിജിനൽ മെമ്പേഴ്സ്. ഓക്കെ, അപ്പം നാറ്റോൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് 12 ഫൗണ്ടിങ് മെമ്പേഴ്സാണ് നാറ്റോയ്ക്കുള്ളത്. ഓക്കെ, ബെൽജിയം, കാനഡ, ഡെൻമാർക്ക്, ഫ്രാൻസ്, ഐസ്ലൻഡ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്സ്, നോർവേ, പോർച്ചുഗൽ, UK ആൻഡ് US. ഓക്കെ, അപ്പോൾ US മെമ്പർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് നാറ്റോ എന്ന് പറയുന്നത്. US വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഓർഗനൈസേഷൻ. ഓക്കെ, നാറ്റോ. The main goal was to counter the Soviet Union's influence in Europe after the Second World War. Okay, that is the main point. Okay, ഈ എന്തിനാണ് നാറ്റോ ഓർഗനൈസേഷൻ ഫോം ചെയ്തത്? മെയിൻ ഗോൾ വാസ് ടു കൗണ്ടർ ദ സോവിയറ്റ് യൂണിയൻ ഇൻഫ്ലുവൻസ്. സോവിയറ്റ് യൂണിയൻ്റെ ആർമി അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഇൻഫ്ലുവൻസ് യൂറോപ്പിലുണ്ട്. എപ്പോൾ? സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം സോവിയറ്റ് യൂണിയൻ്റെ ഇൻഫ്ലുവൻസ് യൂറോപ്യൻ കൺട്രീസിലുള്ളത് കൊണ്ട് തന്നെ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു മിലിറ്ററി ഓർഗനൈസേഷനാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് വേൾഡ് വാർ എന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യണം. ഓക്കെ, സോവിയറ്റ് യൂണിയൻ്റെ ആർമി, സോവിയറ്റ് യൂണിയൻ്റെ മിലിറ്ററി അലയൻസിന് പറയുന്ന പേരെന്താ? വാർസോ പാക്ട്. ഓക്കെ, ഇത് US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മിലിറ്ററി ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സോവിയറ്റ് യൂണിയൻ്റെ റോൾ എന്തായിരുന്നു, യൂറോപ്പ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? കോൾഡ് വാറിനെ കുറിച്ചും അതിനുശേഷം നടന്നിട്ടുള്ള നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, അതിന് മുന്നേ കോൾഡ് വാറിന് മുന്നേ നടന്നിട്ടുള്ള വേൾഡ് വാർ സെക്കൻഡ്, ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനുള്ള കണക്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ഗ്രീസ് ആൻഡ് ടർക്കി ജോയിൻഡ് നാറ്റോ. യെസ്, അപ്പോൾ ഇത് അതിലെ മെമ്പറാണ്. ടർക്കി അതിലത്തെ മെമ്പറാണ്, നാറ്റോയിലെ മെമ്പറാണ്. എക്സ്പാൻഡിങ് ദ അലയൻസസ് റീച്ച് ഇൻ ടു ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ. അവരുടെ അലയൻസസ് ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ ഏരിയയിലോട്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീസും ടർക്കിയും 1952 ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആസ് ഓഫ് നൗ നാറ്റോ കൺസിസ്റ്റ് ഓഫ് 31 മെമ്പേഴ്സ്. അപ്പോൾ ഇപ്പോൾ നാറ്റോയിൽ കറൻ്റ്ലി നാറ്റോയിൽ 31 മെമ്പർ കൺട്രീസ് ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന ക്വസ്റ്റ്യൻ ന്യൂസിൽ വന്നു എന്ന് നമ്മൾ പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്തായിരുന്നു? യുക്രൈൻ റഷ്യ വാറായിരുന്നു. യുക്രൈൻ റഷ്യ വാറിൽ യുക്രൈനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു US ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാറ്റോയിലെ മെമ്പേഴ്സിൻ്റെ കൗണ്ട് കൂട്ടാനും അതുപോലെ അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ ഒരുപാട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്, ഒരുപാട് ന്യൂസസ് നമുക്ക് വന്നിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ന്യൂസ് ഡിസ്കഷൻ, റീസൺ ഫോർ ബീയിങ് ഇൻ ന്യൂസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, 31 മെമ്പേഴ്സാണ് ഇപ്പോൾ നാറ്റോയിലുള്ളത്. അതിൽ ഗ്രീസൊക്കെ ഓൾറെഡി 1952 ഗ്രീസും ടർക്കിയും ഓൾറെഡി 1952 മെമ്പേഴ്സാണ്. ഇപ്പോൾ ഉള്ള മെമ്പേഴ്സ് ബെൽജിയം, കാനഡ, ഡെൻമാർക്ക്, ഫ്രാൻസ്, ഐസ്ലൻഡ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്സ്, നോർവേ, പോർച്ചുഗൽ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഈ പറയുന്ന ഇത്രയും പേര് ഓൾറെഡി ഫൗണ്ടിങ് മെമ്പേഴ്സാണ് അല്ലേ? അതിനുശേഷം പിന്നീടാണ് ഇവർ ജോയിൻ ചെയ്തത്. ഈ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത്, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം കോൾഡ് വാർ പീരീഡിൽ സ്റ്റാർട്ട് ചെയ്ത ഓർഗനൈസേഷനാണ് നാറ്റോ. നമുക്ക് പറയാലോ, ഇത് നാറ്റോ ഫോം ചെയ്ത ടൈം എന്ന് പറയുന്നത് 1949 ആണ്. ആ പീരീഡ് എന്ന് പറയുന്നത് കോൾഡ് വാറിൻ്റെ പീരീഡാണ്. ഓക്കെ, അപ്പോൾ കോൾഡ് വാറിൻ്റെ ആ പീരീഡിൽ ഈ ബെൽജിയം, കാനഡ, ഈ പറയുന്ന 12 രാജ്യങ്ങളും ഓൾറെഡി US ഗവൺമെൻറ്റിലെ യുഎസിൻ്റെ അണ്ടറിൽ ഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ US ഇൻഫ്ലുവൻസിൽ നിൽക്കുന്ന രാജ്യങ്ങളായിരുന്നു. ഓക്കെ, അവർ നമ്മൾ അലൈഡ് പവേഴ്സ് എന്നും അന്ന് അറിയപ്പെട്ടിരുന്നു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത്. ഓക്കെ, അലൈഡ് പവേഴ്സ് എന്നും അറിയപ്പെടുന്ന നാഷനാണ്. ഈ ഇത്രയും നാഷൻസ് ആർക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു? സോവിയറ്റ് യൂണിയന് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ US-ഉം USSR-ഉം തമ്മിലുള്ള ഒരു കോൾഡ് വാർ പീരീഡ് നടന്നിരുന്നു. അപ്പോൾ ആ പീരീഡിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ 12 നാഷൻസ് ഉണ്ട്. ഒപ്പം തന്നെ ഗ്രീസ് ഉണ്ട്, ടർക്കി ഉണ്ട്, ജർമ്മനി, സ്പെയിൻ, ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി, പോളണ്ട്, ബൾഗേറിയ, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ. ഓക്കെ, ഈ 3 രാജ്യങ്ങൾ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ. ഓക്കെ, ഈ 3 രാജ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താ?
ഈ 3 രാജ്യങ്ങളെ കോമൺ ആയിട്ട് നമ്മളൊരു പേര് പറയപ്പെടും. ഈ 3 രാജ്യങ്ങളെ ഓക്കെ, അവരെ നമ്മൾ ബാൾട്ടിക് നാഷൻസ് എന്നാണ് പറയുക. ഈ 3 രാജ്യങ്ങൾ എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ. ഓക്കെ, ബാൾട്ടിക് നാഷൻസ് ആണ് ഈ 3 പേരും. അതിനുശേഷം റൊമാനിയ, സ്ലോവാക്യ, സ്ലൊവേനിയ, അൽബാനിയ, ക്രൊയേഷ്യ, നോർത്ത് മാസിഡോണിയ, ഫിൻലൻഡ്. ഓക്കെ, ഇത്രയും രാജ്യങ്ങൾ 31 മെമ്പേഴ്സ് കൺട്രീസ് ഓൾറെഡി നാറ്റോയിലെ മെമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതിലെവിടെയും റീസെൻ്റ്ലി എവിടെയും ഈ പറയുന്ന നാഷൻ ഇതിൽ നിന്ന് റീസൈൻ ചെയ്തു അല്ലെങ്കിൽ ടർക്കി ഇതിൽ നിന്ന് റീസൈൻഡ് ചെയ്തു എന്നുള്ള ന്യൂസസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. നാറ്റോ ഓൾറെഡി അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് കൂട്ടാനായി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ. ഈ കറന്റ്ലി ഇപ്പം റഷ്യ യുക്രൈൻ വാറൊക്കെ ഇപ്പോഴും ചെറിയ ചെറിയ എലമെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അവരവരുടെ മിലിറ്ററി സ്ട്രെങ്ത് കൂട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ടർക്കി ഇതിൽ നിന്ന് റീസൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് എന്ത് പറയാം? ഓൺലി 2 pairs. ഓൺലി 2 pairs. ഈ 2 pairs. ഇത് കറക്റ്റാണ്. അർജന്റീന വേഴ്സ്റ്റ് ഇക്കണോമിക് ക്രൈസിസ് കറക്റ്റാണ്. ഒപ്പം തന്നെ സുഡാൻ വാർ ബിറ്റ്വീൻ ദ കൺട്രീസ് റെഗുലർ ആർമി ആൻഡ് പാരാമിലിറ്ററി ഫോഴ്സസ്. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദ ആൻസർ. യെസ്, കറക്റ്റ് ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിനി കോൾഡ് വാർ അതുപോലെ തന്നെ നോൺ അലൈഡ് മൂവ്മെന്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.